ലൈഫിൽ ഒരിക്കൽ പോലും ഗെയിംസ് കളിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ വാലറൻറ്റ് 3 തൊട്ട് 4 മണിക്കൂറോളം ഗെയിംസ് കണ്ടിന്യൂസ്ലി ഇരുന്ന് കളിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും തന്നെ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു അൺകംഫർട്ടബിലിറ്റി, എസ്പെഷ്യലി എൻ്റെ ബാക്കും എൻ്റെ നെക്കും. കാരണം ഞാൻ കീബോർഡിനും മൗസിനും സിസ്റ്റത്തിനൊക്കെ പൈസ മുടക്കിയിട്ടും നല്ലൊരു ഗെയിമിംഗ് ചെയർ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഉള്ള ചെയർസ് എല്ലാം വളരെയധികം ഹെക്റ്റിക്കും തൊട്ടും തന്നെ കംഫർട്ടബിൾ അല്ല എന്ന് തന്നെ പറയണം കേട്ടോ. ഇനിയും ഇതേപോലെ ഗെയിംസ് കളിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പെയിനും ഈ ഒരു എന്താ പറയുക അൺകംഫർട്ടബിലിറ്റിയും വെച്ചുകൊണ്ട് എനിക്ക് ലോങ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനിയും ഇങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചെയർ എനിക്ക് ബുക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിരുന്ന് സത്യം പറഞ്ഞ ഒരു ഓഫീസ് ചെയർ കേട്ടോ, ബേസിക് ആയിട്ടുള്ള ഒരു ഓഫീസ് ചെയറാണ്. ഫിസിക്കൽ ഇമ്പോർട്ടൻസ് പോലും ഞാൻ എൻ്റെ സെറ്റപ്പിന് ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യാം, ബെസ്റ്റ് കംഫർട്ടബിൾ ഗെയിമിംഗ് ചെയർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സെർച്ച് ആരംഭിച്ചു. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു ചെയർ വന്നു. ഇത് ഏത് ബ്രാൻഡാണെന്ന് ഞാൻ കണ്ടില്ല. റേറ്റ് നോക്കി, എന്തായാലും കുറച്ച് കൂടുതലാണ്, എന്നാലും ചെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദ സ്ലീപ്പ് കമ്പനി. ഓക്കെ, ഇവരുടെ ചെയർ നേരത്തെ എപ്പോഴോ ഞാൻ കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മ. കാരണം പല ഗാഡ്ജറ്റ്സ് മലയാളം നമ്മുടെ പല ചാനൽസിലും അവരുടെ ചെയർസ്, മറ്റുള്ള ചെയർസൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് കൊള്ളാമായിരിക്കും. പാറ്റൻറ്റഡ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ഉണ്ട്. വെരി ഗുഡ്. എക്സ്ട്രീം കംഫർട്ട്, ലംബാർ സപ്പോർട്ടാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എൻ്റെ നട്ടലിന് നല്ല രീതിയിലുള്ള പെയിന് ഈ ലോങ് ടേം യൂസിൽ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കൊന്ന് റിക്ലൈൻ ചെയ്യാനും ഭയങ്കര രീതിയിൽ, ഇപ്പോൾ ഇൻ കേസ് നമുക്കൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്കൊരു ബെഡ് വേണ്ടല്ലോ, നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കിടക്കുകയും ചെയ്യാം. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെതർ ഫിനിഷാണ്. എന്തായാലും നമുക്ക് ആമസോണിൽ നോക്കാം. അങ്ങനെ ഞാൻ ആമസോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഈ ഒരു ചെയർ സെർച്ച് ചെയ്തപ്പോൾ ചെയറിൽ നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഓരോ ചെയറും ഓരോ കളേഴ്സാണ്. 3 കളർ റേഞ്ച് വേരിയൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രേ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ റെഡും ഉണ്ട്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടെ. ഞാൻ ആൾറെഡി ഒരു ബ്ലാക്ക് ഫാനാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആയിട്ടുള്ളത് ചെയർ ബുക്ക് ചെയ്തു. ഈ ഒരു റേറ്റ് കണ്ട് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ചെയർ ഇവിടെ എത്തി. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി. സത്യം പറഞ്ഞാൽ ഒട്ടുമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഹലോ സാർ, ഞാൻ സ്ലീപ്പ് കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, XGen ചെയർ ഓർഡർ ചെയ്തായിരുന്നല്ലോ സാർ. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. ഓക്കെ, സാറിൻ്റെ അഡ്രസ്സ് ഒന്ന് തരാമോ? അതിനെന്താ. അങ്ങനെ നമ്മുടെ ചേട്ടൻ സ്ലീപ്പ് കമ്പനിയിൽ നിന്ന് ഇൻസ്റ്റാളേഷന് വേണ്ടി വന്നു. ഇൻസ്റ്റാളേഷന് ഒരു തരത്തിലുള്ള ഫീസോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കില്ല. ഇതെല്ലാം ഈ ഒരു പാക്കേജിൽ കൂടെ ഉള്ളതാണ്. നമ്മൾ ചെയർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ആൾക്കാർ, ഇതിൻ്റെ ടീം, അവരെ ഓർഡർ പ്രൊക്യൂർമെൻറ്റ് ഈ ഇൻസ്റ്റാളേഷൻ ടീമിന് കൊടുക്കുന്നുണ്ട്. സ്ലീപ്പ് കമ്പനിയുടെ ഈ ചെയറിൽ ഫസ്റ്റ് ഇരുന്നപ്പോൾ ഉള്ള ഫീൽ എന്താണെന്നല്ലേ, ഇത് തന്നെ കാറിനകത്ത് ഇരിക്കുന്ന ഒരു അട്ടാറ് ഫീലാണ് എനിക്ക് ഈ ചെയറിലിരുന്നപ്പം കിട്ടിയത്. കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇരിക്കത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റാണ് എനിക്ക് സൈഡിൽ കിട്ടിയത്. അതും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ്. 4D ആംബ്രസ്റ്റ് എന്ന് പറയും. ടോപ്പ്, ബോട്ടം, അതേപോലെ ലെഫ്റ്റ്, റൈറ്റ്, അതേപോലെ ഫോർവേഡും ബാക്ക്വേർഡും എല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ ഈ ഒരു ആംബ്രസ്റ്റ് വെച്ച് പറ്റും. അതേപോലെ തന്നെ തൈ സപ്പോർട്ട്, ലെഗ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല ഈ ഒരു ബഡ്ജറ്റിൽ. സത്യം പറഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യാനും ഉള്ള മേജർ റീസൺ ഇത് തന്നെയാണ്. റിക്ലൈൻ ചെയ്യുമ്പോൾ പല ചെയറിലും ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് ഈ ഒരു ചെയറിലുണ്ട്. കാരണം വളരെ സ്റ്റേഡിയാണ്. ചെയർ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ പ്രീമിയമായിട്ട് ഈ ഒരു 22,000 രൂപ മുടക്കി വാങ്ങുന്ന ചെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ചെയറിൽ അവൈലബിൾ ആണ്. പാഡിങ് സൈഡ് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഒരു രീതിയിലുള്ള അതിൻ്റെ ഒരു എന്താ പറയുക ബാക്ക് ബോൺ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ് ഒന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള ലെതറും സ്റ്റിച്ചിങ്ങുമാണ് ഈ ഒരു ചെയറിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ലംബാർ സപ്പോർട്ടിൻ്റെ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇവരെ പാറ്റിൻ്റെ ടെക്നോളജിയും അതിലാണ് വരുന്നത്. ഇത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, മുകളിലോട്ടായാലും താഴോട്ടായാലും. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പാഡിങ്ങും നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിച്ചിങ് സൈഡ് കണ്ടല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഡുവൽ ലെയർ സ്റ്റിച്ചിങ് ഉണ്ട്, ലെതർ ഫിനിഷ്ഡ് ആണ്. ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റും കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും നമ്മുടെ ഈ ഒരു ചെയറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പ് കമ്പനിയിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ചെയർസൊക്കെ അവർ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ അതൊരു ആശ്ചര്യം തോന്നി. കാരണം ഇതൊരു ഫസ്റ്റ് കമേഴ്സ് അല്ലേ, മേ ബി ഇതിനെക്കാളും ബെറ്റർ ചെയർസ് ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ ചെയേഴ്സും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ആ ഒരു ചെയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുമ്പോൾ ഡെഫിനറ്റ്ലി സ്ലീപ്പ് കമ്പനിയുടെ XGen ചെയർ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. അത് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്താൽ എന്തായാലും നിങ്ങൾ ഈ ചെയർ എടുക്കും.
അത് എന്നെ പോലത്തെ ഒരു ഗെയിമറിനായിക്കോട്ടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ചെയറിൻ്റെ ആ ഒരു റോളിങ്ങും ഫീലും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ കൂടുതൽ ഹാപ്പിയാണ്. ഇനി ഈ ഒരു ചെയർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ഡു ചെക്ക് ഔട്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.